ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, മുമ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയംസ് ഈസ് ഗിവൺ. അനലൈസ് ദ ഫിഗേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് മീഡിയത്തിൽ കൂടി ലൈറ്റ് പോകുന്നതാണ് ഇവിടെ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫിഗർ നോക്കി താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ: വിച്ച് ഓഫ് ദി എബോവ് ഫിഗേഴ്സ് റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? അപ്പോൾ നമ്മൾ ഫിഗറിൽ നോക്കുക. 1, 2, 3, 4, 5 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തേത് വാട്ടറിൽ നിന്നും എയറിലേക്ക് പോകുന്നു, എയറിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുന്നില്ല, അത് തിരിച്ചു വരുന്നു. അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ ബി ക്വസ്റ്റ്യനിൽ സർഫസിന് പാരലായിട്ട് പോവാണ്, അത് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ല. അതുപോലെ സി ക്വസ്റ്റ്യനകത്ത് ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്, അതും ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ല. അതുപോലെ ഡി ക്വസ്റ്റ്യനകത്തും ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് സർഫസിലൂടെ പോവാണ്, ക്രിട്ടിക്കൽ ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനകത്ത് 44 ഡിഗ്രിയാണ്, എയറിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുന്നില്ല, പകരം ഗ്ലാസ്സിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക. ഇവിടെ ആൻസർ ഫിഗർ എ, 1ാമത്തെയും 5ാമത്തെയും ഫിഗറിലാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഇത് ബി ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? ഇവിടെ ഗ്ലാസ് വരുന്ന ഫിഗർ ഇതാണ്. ഇതിൽ ഗ്ലാസ്സിൽ 42 ഡിഗ്രി ആകുമ്പോഴാണ് സർഫസിലൂടെ ചേർന്ന് പോകുന്നത്. അതായത് റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആവുന്ന കേസ്. അപ്പോൾ അവിടുത്തെ ആംഗിൾ 42 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? 42 ഡിഗ്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്യൂർ ഫോർ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഫ്രം വാട്ടർ ടു എയർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി? വൈ? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദ വാട്ടർ എയർ പെയർ? അപ്പോൾ ഒരു റേ വിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്യൂർ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുമോ എപ്പോൾ? ലൈറ്റ് എൻറ്ററിങ് ഫ്രം വാട്ടർ ടു എയർ, വാട്ടറിൽ നിന്നും എയറിലേക്ക് 50 ഡിഗ്രി ആംഗിൾ പതിച്ചാൽ അവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുമോ? എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ വാട്ടർ എയർ പെയർ? വാട്ടർ എയർ പെയറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? ഇവിടെ 50 ഡിഗ്രി വരുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 48 ഡിഗ്രിയാണ്. അപ്പോൾ ഇൻസിഡന്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഹിയർ ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി. അപ്പോൾ വാട്ടർ എയർ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ ടു എയർ ആണ്. അപ്പോൾ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഇവിടെ 48.6 ഡിഗ്രിയാണ്. അപ്പോൾ 50 ഡിഗ്രി വരുമ്പോൾ 48.6 ഡിഗ്രിയേക്കാളും കൂടുതലാണ്. ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അതുകൊണ്ട് ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇനി അതിനടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദി 2 കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടു ഒക്യൂർ? ഒബ്സർവ് ഫിഗർ 1.19 പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടെ വാട്ടറിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ വാട്ട് ആർ ദി 2 കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ട 2 കണ്ടീഷൻ എന്ന് പറയുന്നത്: ഒന്ന്, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് ആവണം ലൈറ്റ് പോവേണ്ടത്. ഇവിടെ വാട്ടറിൽ നിന്നും എയറിലേക്കാണെങ്കിൽ അവിടെ ആ ഒരു കണ്ടീഷൻ ശരിയാണ്. പിന്നെ വേണ്ടത് ലൈറ്റ് റേസ് ചെരിഞ്ഞു പതിക്കണം, അതുപോലെ തന്നെ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലുമാകണം. ഈ 2 കണ്ടീഷനാണ് വേണ്ടത്. കണ്ടീഷൻ എഴുതാം. ഇവിടുത്തെ 2 കണ്ടീഷൻസ്: ദ റേ ഓഫ് ലൈറ്റ് മസ്റ്റ് പാസ് ഒബ്ലിക്വലി ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ഒരു സാന്ദ്രത കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കണം, ഒരു കണ്ടീഷൻ. പിന്നെ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അവിടെ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കും. ഈ 2 കണ്ടീഷൻ ശരിയാണെങ്കിൽ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. ഇനി അടുത്തത് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഓർഡറിലാക്കി എഴുതാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ തന്നെ നമ്പർ ഇട്ട് എഴുതാം, പ്രത്യേകിച്ച് എടുത്ത് എഴുതുന്നില്ല. സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ഫ്രം പ്ലെയിൻ മിറർ ആർ ഗിവൺ. ടാബുലേറ്റ് ദം സ്യൂട്ടബിളി. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അതുപോലെ തന്നെ പ്ലെയിൻ മിററിൽ നടക്കുന്ന
റിഫ്ലക്ഷനെ പറ്റിയാണുള്ള പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന്, occurs only when a ray of light enters from optically denser medium to a rare medium at an angle greater than critical angle. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആംഗിൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് വേണം ലൈറ്റ് റേസ് പോവാൻ. അതുപോലെ അടുത്തത്, ദ റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. റേ ഓഫ് ലൈറ്റ് പൂർണ്ണമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അടുത്തത്, റിഫ്ലക്ഷൻ ഒക്വേഴ്സ് ഓൺ എ സർഫസ് അറ്റ് എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതായാലും അവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അടുത്ത പോയിന്റ്, ദ റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. പൂർണ്ണമായിട്ടും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ താഴെ കൊടുത്തിരിക്കുന്ന കോളം റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിററും ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ. ഇതിനെ തരംതിരിച്ച് എഴുതാനാണ്, ഞാൻ പ്രത്യേകിച്ച് എഴുതുന്നില്ല. നമുക്ക് നമ്പർ കൊടുക്കാം. ഇതിന് 1 കൊടുക്കാം, 2. ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ, അത് കൊടുത്തിട്ടുണ്ട്. ദ റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. ദ റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്. നമ്മൾ അവിടെ മാർക്ക് ചെയ്തത് രണ്ടാമത്തെ പോയിന്റ് ആണ്. അപ്പോൾ അത് ആൻസർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ. ഇനി നമുക്ക് റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിററിന്റെ അടുത്തൊരു പോയിന്റ് ഉണ്ടോ നോക്കാം. ദ റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ദ റിഫ്ലക്ഷൻ ഒക്യുവേഴ്സ് ഓൺ എ സർഫസ് അറ്റ് എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ തന്നെ വേണം നിർബന്ധമുണ്ട്. റിഫ്ലക്ഷൻ ഫ്രം പ്ലെയിൻ മിറർ ആണെങ്കിൽ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലും ഇത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ഇവിടെ വരണം. ഞാനിവിടെ എഴുതുന്നില്ല, പോയിന്റ് നമ്പർ മാത്രം ഇട്ടു. മൂന്നാമത്തേത്, അതായത് റിഫ്ലക്ഷൻ ഒക്യൂസ് ഓൺ എ സർഫസ് അറ്റ് എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത് പ്ലെയിൻ മിററിൽ സംഭവിച്ചതാണ്. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ദ റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്, അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നതാണ്. അതുപോലെ occurs only when a ray of light enters from an optically denser medium to a rarer medium at an angle greater than the critical angle. അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉള്ള കാര്യമാണ്. പ്ലെയിൻ മിററിന്റെ ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ നാലാമത്തെ പോയിന്റ്, ദ റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ്, അത് നാലാമത്തെ പോയിന്റ്, അതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിലാണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് ഇത് പ്ലെയിൻ മിററിൽപ്പെട്ടതാണ്. അതുപോലെ ഒന്നാമത്തെയും നാലാമത്തെയും പോയിന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽപ്പെട്ടതാണ്. ഇനി ലെറ്റ് us assess a question. Ray diagram showing the path of light through medium A and B is given. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ലൈറ്റ് പോകും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എയിൽ നിന്ന് ബിയിലേക്ക് ചെരിഞ്ഞു പതിക്കുന്നു. അപ്പോൾ ബിയിൽ അതിൻ്റെ നോർമലിലേക്ക് പെർപെൻഡിക്കുലറിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എ റെയർ മീഡിയവും ബി ഡെൻസർ മീഡിയവും ആയിരിക്കും. അപ്പോൾ എയിൽ സ്പീഡ് കൂടുതലും ബിയിൽ സ്പീഡ് കുറവായിരിക്കും. ബി നോർമലിലേക്ക് അടുക്കുന്നു, ബി ഡെൻസർ മീഡിയം ആയിരിക്കും. നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ലെസ്, എ ഓർ ബി? ആൻസർ വളരെ സിമ്പിൾ ആണ്. അവിടെ ഡെൻസർ മീഡിയം ബി ആണ്. അപ്പോൾ ബിയിലായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്. അടുത്തത്, വിച്ച് വിൽ ബി ദി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. കാരണം റിഫ്രാക്റ്റഡ് റേ നോർമലിലേക്ക് അടുക്കുവാണെങ്കിൽ അപ്പം ബി ആണ് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ആൻഡ് റീസൺ നമുക്ക് എഴുതാം. ബി ഈസ് ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഹിയർ the refracted ray is bending towards the normal, so B is the optically denser medium. അതായത് റിഫ്രാക്റ്റഡ് റേ എയും ബി നമ്മൾ ഫിഗർ കണ്ടല്ലോ നേരത്തെ. അപ്പോൾ അതിൽ റിഫ്രാക്റ്റഡ് റേ നോർമലിലേക്ക് അടുക്കുവാണ് ചെയ്യുക. അവിടുന്ന് ഒടിഞ്ഞിട്ട് കുറച്ച് താഴേക്കാണ് ബി വരുന്നത്. അപ്പോൾ നോർമലിലേക്ക് അടുക്കുന്നു. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ ഈസ് ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ, സോ ബി ഈസ് ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. അപ്പോൾ റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നത്. അപ്പോൾ നോർമലിലേക്ക് അടുക്കുന്നു. അപ്പോൾ ബി ഡെൻസർ മീഡിയമാണ്. അത് ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണമാണ് ഫിഗറിൽ നിന്ന് നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തി. നോർമലിലേക്ക് അടുക്കുന്നതുകൊണ്ട് റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം.
മാർക്ക് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം. വാട്ടർ ആണ് ഇത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇവിടെ ഐ എന്ന് കൊടുക്കാം. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ബെൻഡ് ചെയ്യുന്നുണ്ട്, അത് നോർമലിലേക്ക് അടുക്കുവാണ്. ഗ്ലാസ് ആയിരിക്കും അവിടെ ഡെൻസർ മീഡിയം, അതുകൊണ്ട് കുറച്ച് താഴേക്ക് വരും. അത് ഇതിൽ തന്നെ മാർക്ക് ചെയ്തുകൊണ്ട് വേറെ ടൂളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കാര്യം മനസ്സിലാക്കുന്നത് മതിയല്ലോ. അപ്പോൾ കുറച്ചും കൂടെ എടുക്കുന്നു. ഇത് ഇൻസിഡൻ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. നോർമലിലേക്ക് അടുക്കുവാണ് ചെയ്യുന്നത് വാട്ടർ ഗ്ലാസ്. അപ്പോൾ റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പോകും.